ഹലോ എല്ലാവർക്കും ഇഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കാക്ക കിടന്ന് കരയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന ചോറും കറിയൊക്കെ പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കാക്കക്ക് കഴിക്കാൻ. ആദ്യം ഒരെണ്ണമൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ വന്ന് വന്ന് 2, 3, 4 ഇപ്പോൾ ഇഷ്ടംപോലെ കാക്കകൾ വരും. അവരാണ് ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ കരയുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ബ്രെഡും ബുൾസൈ ആട്ടോ. അപ്പോൾ ബ്രെഡ് ആവിയേറ്റി എടുക്കാനായിട്ട് എല്ലാം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുവാണേ. ആവിയേറ്റി എടുക്കുന്ന ബ്രെഡാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. സാധാ രീതിക്കാണെങ്കിൽ 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ മതിയാവും കേട്ടോ, കഴിക്കാൻ തോന്നത്തില്ല. ആവി ഏറ്റിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഇവിടെ വാവക്കാണെങ്കിലും ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തവണ കൊടുത്താലും രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ച് വന്ന് മേടിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ബ്രെഡ്, ബണ്ണ്, സ്വീറ്റ് ബ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡൊക്കെ ആവിയേറ്റി എടുത്ത് മുട്ട ബുൾസൈയൊക്കെ ആക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ കഴിക്കത്തില്ല, ഉച്ചത്തേക്കുള്ള കറിയും കൂടി ആക്കിയിട്ടേ ഞാൻ കഴിക്കാനിരിക്കത്തുള്ളൂ കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. വിശന്നാൽ നേരത്തെ കഴിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് തോരൻ വെക്കാൻ പീച്ചിങ്ങയാണ്. പീച്ചിങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പില ഇട്ട് സവോളയും പീച്ചിങ്ങയും കൂടെ ഒരുമിച്ചിട്ടാട്ടോ എടുക്കുന്നത്. സവോള വഴറ്റിയിട്ട് പീച്ചിങ്ങ അങ്ങനത്തെ എനിക്കിഷ്ടമല്ല. പീച്ചിങ്ങയൊക്കെ കൊളുത്തുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വെന്ത് വരുന്നതാട്ടോ ഇഷ്ടം. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യാറ്. പച്ചമുളകാണ് കീറിയിടാൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ പച്ചമുളക് ഇല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തേട്ടോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. അതിപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരം വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് വെക്കാമെന്ന് ഞാൻ ഓർക്കുന്നത്. കാരണം ഇനി നമ്മൾ പോകുവാണെങ്കിൽ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നതിന് ചീത്തയായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പം ഇങ്ങനെ എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഇനി തിരുവനന്തപുരം പോയിട്ട് വരുമ്പോൾ കഴിഞ്ഞു പോയ സാധനങ്ങളും കാര്യങ്ങളെല്ലാം മേടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പീച്ചിങ്ങ തോരനൊക്കെ വെച്ചിട്ട് വാവേനെ ചെന്ന് നോക്കുമ്പോൾ വാവ നല്ല ഉറക്കം കേട്ടോ. ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ വിചാരിച്ച് ഉറങ്ങട്ടെ. ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. വീടെടുത്ത് തൂത്തിടണം, പിന്നെ തുടക്കുന്നുണ്ടെങ്കിൽ തുടക്കണം. എൻ്റെ ഓരോ ദിവസത്തെ മൂഡ് പോലെ ഞാൻ തുടക്കത്തുള്ളൂ, അല്ലാതെ എല്ലാ ദിവസം തുടക്കത്തില്ല. എന്നാലും കഴിവതും ഒന്നരാട് ഇടവിട്ട് തുടക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അടിച്ച് തുടക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ നിർബന്ധമായിട്ട് അടിച്ച് തുടക്കാറൊന്നുമില്ല. പിന്നെ ഈ പറയണ പോലെ തന്നെ എത്ര മെനകേടായി കിടക്കുന്ന വീട് അന്നായിരിക്കും വീട്ടിൽ ആരെങ്കിലും കയറി വരുന്നത്. എത്ര നീറ്റായി കിടക്കുന്ന വീട് അന്ന് ആരും വരത്തുമില്ല. ഒരു ഇടനേരമൊക്കെ ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കൊണ്ടുവന്ന പപ്സ് ചൂടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ റംബൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊരെണ്ണം ഞാൻ മുറിച്ച് നോക്കിയ, പക്ഷേ വായിലിട്ടിട്ട് അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് അടർന്നു വരുന്നില്ല. കുറച്ച് നേരം ഞാൻ വായിലിട്ടു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തപ്പോൾ ഞാൻ തുപ്പിക്കളഞ്ഞു കേട്ടോ. പക്ഷേ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ വാവ കാണാതെയാണ് ഞാനിത് കഴിക്കുന്നത്. കാരണം വാവ കണ്ടു കഴിഞ്ഞാൽ അപ്പം വേണം എന്ന് പറയും, കൊടുക്കാൻ പറ്റത്തില്ല. കുരു ഉള്ളതല്ലേ റംബൂട്ടാനിൽ. കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും കഴിക്കും കേട്ടോ. ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മധുരം ഉള്ളതേ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായേ. ഹലോ, അപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് വരെ പോകട്ടോ. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങാം. ഹോസ്പിറ്റലിലേക്ക് പോകണോണ്ട് തന്നെ വാവേനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. വാവേനെ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2 കടയിൽ ഷൂ നോക്കാൻ കയറിയിട്ടുണ്ടായിരുന്നേ. മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ വന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഓൺലൈനിലെ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മേടിക്കാൻ ഇഷ്ടം. കടയിൽ ചെന്ന് അങ്ങനെ നോക്കിയെടുക്കാനുള്ള ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഫോണിൽ കൂടി നോക്കിയല്ലേ. ഇപ്പോൾ ഞാൻ കൂടുതലെല്ലാം ഫോണിൽ കൂടി നോക്കിയിട്ട് തന്നെ കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്